അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നാരങ്ങയിൽ കഴിക്കാൻ പറ്റി. ഞങ്ങൾ സാധാരണയായിട്ട് ബബ്ലൂസ് നാരങ്ങ എന്നാണ് പറയാറുള്ളത്. നിങ്ങളെന്താ പറയുന്നത്? നല്ല പുളിയുള്ള നാരങ്ങയിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മധുരവും ആ പുളിയും ഉപ്പും കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതേപോലെ ഇങ്ങനെ നല്ല ആസ്വദിച്ചിങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റായിരുന്നു. ആക്ച്വലി ഈ നാരങ്ങയിൽ ഒരുപാട് നാളത്തെ നൊസ്റ്റാൾജിയാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 10th പഠിച്ചിരുന്നപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തായിട്ടൊരു താത്തയുടെ കടയുണ്ടായിരുന്നു. നമ്മളെല്ലാവരും താത്തിയെന്നാണ് വിളിക്കുക. ഒരു പ്രായമായിട്ടുള്ളൊരു അമ്മൂമ്മയാണ്. അപ്പോൾ അമ്മൂമ്മയുടെ കടയിൽ നിന്ന് നമുക്ക് 1 രൂപയ്ക്ക് നാരങ്ങയിൽ കിട്ടുമായിരുന്നു. അപ്പോൾ ഇതേപോലെ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന ആ ഒരു നൊസ്റ്റാൾജി എനിക്കിപ്പോൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിക്കുമ്പോൾ. നിങ്ങൾ ഇതുപോലെ നാരങ്ങയിൽ ഉപ്പിട്ടിട്ട് കഴിച്ചിട്ടുണ്ടോ? വൺ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ കഴിച്ച് ലാസ്റ്റ് പീസായി ഇതേപോലെ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. നിങ്ങൾ കഴിച്ചിട്ട് കമൻ്റ് ഇടണേ. നിങ്ങളവിടെ എന്താ പറയുക? ബബ്ലൂസ് നാരങ്ങ. നമ്മൾ തൃശ്ശൂർക്കാർ ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പറയാറ്.